അരങ്ങിലെ കളികൾക്ക് മുമ്പ് അണിയറയിൽ കളികൾ ചൂടുപിടിച്ചിരിക്കുന്നു. ഇലക്ഷൻ ജയിച്ച സന്തോഷത്തിൽ ഫ്ലോറന്റീനോ പെരസ് ഇക്കുറി മുണ്ടുമുറക്കി ഇറങ്ങിയിട്ടുണ്ട്. ഉള്ള പണം കൊണ്ട് ഒന്നിറങ്ങി നോക്കാനാണ് ബാഴ്സലോണയുടെ പ്ലാൻ. ഇംഗ്ലണ്ടിൽ പതിവ് പോലെ ചെൽസി പണം വാരിയെറിയുന്നുണ്ട്. കാത്തിരുന്ന് കപ്പടിച്ച ഗണ്ണേഴ്സാകട്ടെ ഏത് വിധേനയും അത് നിലനിർത്താനുള്ള അംഗത്തിലാണ്. സിറ്റിയും ടോട്ടനവും നേരത്തെ കളത്തിലിറങ്ങി. ലിവർപൂൾ പറ്റിയ ആളെ തെരഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാവരും കളിക്കുമ്പോൾ നോക്കിയിരിക്കാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും വയ്യ. ഈ ട്രാൻസ്ഫർ വിപണിയെ ഏറ്റവും അധികം ചൂടുപിടിപ്പിക്കുന്ന പേരുകളിലൂടെ ഒന്ന് എത്തി നോക്കാം. ഹോട്ട് ടോപ്പിക് വിനീഷ്യസ് ജൂനിയർ തന്നെ. കണ്ണുവച്ചിരുന്ന മോർഗൻ റോജേഴ്സ് ചെൽസിയിലേക്ക് ചേക്കേറിയതോടെ ഗണ്ണേഴ്സാണ് വിനിക്കായി രംഗത്തുള്ളത്. ഇടതുവെങ്കിൽ കുതിച്ചുപായുന്ന വിനി പ്രീമിയർ ലീഗിന് ചേർന്നവനാണെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. ഇടതുവശത്ത് ബോക്സിലേക്ക് കട്ടിങ് ചെയ്ത് കയറുന്ന വിനിയുടെ ക്വാളിറ്റി തങ്ങളുടെ അറ്റാക്കിനെ ഡെഡ്ലിയാക്കുമെന്നാണ് അർട്ടേറ്റയുടെ വിശ്വാസം. ഒപ്പം ബുക്കായോ സാക്കയുടെ മേലുള്ള മാർക്കിംഗ് വിനിയുടെ സാന്നിധ്യം കൊണ്ട് പകുതിയായി കുറയും. എന്നാൽ റയലിൽ വിനിക്ക് ലഭിക്കുന്ന കംപ്ലീറ്റ് ഫ്രീഡം ആഴ്സണലിൻ്റെ സ്ട്രക്ചേർഡ് സിസ്റ്റത്തിൽ ലഭിക്കുമോ എന്നത് ടാക്ടിക്കൽ ചോദ്യചിഹ്നമാണ്. $150 മില്യൺ മുകളിലാണ് വിനിയുടെ പ്രൈസ് ടാഗ്. വരികയാണെങ്കിൽ ബ്രിട്ടീഷ് റെക്കോർഡ് തന്നെ പൊട്ടിക്കാൻ ഒരുക്കമാണ് ഗണ്ണേഴ്സ്. റയലിൽ വിനിക്ക് 1 വർഷം കൂടിയാണ് ഇനി ബാക്കിയുള്ളത്. ഇത്രയും വില വന്നിട്ടും കൊടുത്തില്ലെങ്കിൽ അടുത്ത വർഷം ഫ്രീ ഏജൻ്റായി പോയാലോ എന്ന ഭയം റയലിനുണ്ട്. അതല്ല, പോകുമെന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കി പുതിയ കരാർ ഉണ്ടാക്കാനാണ് വിനിയുടെ ശ്രമമെന്നും കേൾക്കുന്നു. അവസാനവട്ട ചർച്ചകളിലൂടെ റയലിൽ തന്നെ നിൽക്കാനാണ് വിനിയുടെ ശ്രമം. അടുത്ത പേര് റോഡ്രിയുടേതാണ്. ലോക ഫുട്ബോളിലെ ഏറ്റവും വിലപിടിപ്പുള്ള സിംഗിൾ പിവറ്റ് മിഡ്ഫീൽഡർ, ബാലൺ ഡി ഓർ ജേതാവ്, ലോകകപ്പിലെ ഗോൾഡൻ ബോൾ വിജയി. വിശേഷണങ്ങൾ ഏറെയുണ്ട് അയാൾക്ക്. മാഡ്രിഡിൽ ജനിച്ച റോഡ്രി റയലിലല്ലേ കളിക്കേണ്ടത് എന്ന ചോദ്യം കുറച്ചു കാലമായി അന്തരീക്ഷത്തിലുണ്ട്. ടോണി ക്രൂസിന് ശേഷം മിഡ്ഫീൽഡിൻ്റെ ടെമ്പോ കൺട്രോൾ ചെയ്യാനും പ്രഷർ റിലീസ് ചെയ്യാനും പോകുന്ന ഒരാളെ ലോസ് ബ്ലാങ്കോസിന് കിട്ടിയിട്ടില്ല. 2027 വരെ റോഡ്രിക്ക് മാഞ്ചസ്റ്റർ സിറ്റിയിൽ കരാറുണ്ട്. വൻ തുകക്ക് കരാർ നീട്ടി നൽകാമെന്ന് പറഞ്ഞെങ്കിലും താരം ഇതുവരെയും ഒപ്പുവെച്ചിട്ടില്ല. റോഡ്രിയുടെ സീക്രട്ട് മീറ്റിംഗ് മാഡ്രിഡിൽ നടന്നതോടെ സിറ്റിയും കോച്ച് എൻസോ മരസ്കയും ആശങ്കയിലാണ്. എന്നാൽ 30 വയസ്സായ പരിക്കുകൾ വലക്കുന്ന റോഡ്രിയെ ഇപ്പോൾ വിൽക്കുന്നതല്ലേ നല്ലത് എന്ന ചോദ്യവും സിറ്റിയിൽ ഉയരുന്നുണ്ട്. അതിനിടയിൽ റോഡ്രിയുമായി ബന്ധപ്പെട്ട് PSG-യുടെയും ബാഴ്സയുടെയും പേരുകളും കേൾക്കുന്നു. ലോകകപ്പിലെ സ്ഥിരതയാർന്ന പ്രകടനം താരത്തിൻ്റെ ഫിറ്റ്നസിനെക്കുറിച്ചുള്ള ആശങ്കകൾ ഒരു പരിധിവരെ അകറ്റിയിട്ടുണ്ട്. എങ്കിലും വരാനിരിക്കുന്ന സീസണിന് മുന്നോടിയായി റോഡ്രി ഒരു ബാക്ക് സർജറിക്ക് വിധേയനാകാൻ ഒരുങ്ങുകയാണ്. സിറ്റി 80 മില്യൺ കൊടുത്ത് റയലിൽ നിന്നും പ്രതീക്ഷിക്കുന്നതായും പറയപ്പെടുന്നു. ദിയോമണ്ടക്കായി ഓൾറെഡി വലിയ പണമെറിഞ്ഞ റയൽ റോഡ്രിയെ വാങ്ങിയാൽ ഷുമേനിയെ വിൽക്കുമെന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ട്രാൻസ്ഫർ മാർക്കറ്റ് വിദഗ്ധനായ നീക്കോ ഷെറയുടെ റിപ്പോർട്ട് പ്രകാരം തുക അനാവശ്യമായി ഉയരാതിരിക്കാൻ 50 മുതൽ 60 മില്യൺ വരെയുള്ള ഓഫറാണ് റയൽ തയ്യാറാക്കുന്നത്. കൂടാതെ റോഡ്രിയുമായി റയൽ ഇതിനകം തന്നെ ധാരണയിലെത്തിയതായും ഇദ്ദേഹം പറയുന്നു. കാൽപന്ത് ചന്തയിൽ പിന്നീട് ഏറ്റവും അധികം കേട്ട പേര് മിക്കേൽ ഒലീസയുടേതാണ്. ലോകകപ്പിലെ ആദ്യ മത്സരങ്ങളിൽ അയാൾ കളിച്ച കളി കണ്ടാൽ ആരും അങ്ങനെ ഒരു കളിക്കാരനെ മോഹിക്കും. ക്രിയേറ്റിവിറ്റിയും ഡേഞ്ചറസ് ഇൻസൈഡ് കട്ടിംഗ് ഷോട്ടുകളും മനോഹര പാസുകളും നൽകാൻ ആ കാലുകൾക്കാകും. റയൽ $173 മില്യൺ നീക്കം നടത്തി നോക്കിയിരുന്നുവെങ്കിലും പിന്നീടത് പരസ്യമായി നിഷേധിച്ചു. ഫിഫയുടെ നിബന്ധനകൾ പ്രകാരം ദീർഘകാല കരാറുള്ള ഒരു താരത്തെ സ്വന്തമാക്കാൻ ശ്രമിക്കുമ്പോൾ നിലവിലെ ക്ലബിൻ്റെ അനുവാദം നിർബന്ധമാണ്. ബയണിൻ്റെ അനുമതിയില്ലാതെ താരവുമായോ ഏജൻറ്റുമായോ നേരിട്ട് ബന്ധപ്പെട്ടു എന്ന് വാർത്തകൾ വരുന്നത് ക്ലബിനെതിരെ നടപടി വരാൻ കാരണമാകും. അതിനാലാണ് റയൽ നിഷേധിച്ചത്. ബയണുമായി ദീർഘകാലമായുള്ള മികച്ച ബന്ധം നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ലെന്നും റയൽ പറഞ്ഞു. 2029 വരെ കരാറുള്ള ഒലീസെ ടീമിലെ നിർണായക താരമാണെന്നും അവനെ വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ബയണിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടർ ക്രിസ്റ്റോഫ് റോയിൻ വ്യക്തമാക്കിയതാണ്. ഇടയ്ക്ക് ലിവർപൂളിൻ്റെ പേരും ഒലീസയുമായി ബന്ധപ്പെട്ട് കേട്ടിരുന്നു. ഒലീസെ അൻഫീൽഡിലെത്തിയാൽ റൈറ്റ് വിംഗ് അറ്റാക്കിൽ സലാഹിൻ്റെ അഭാവം പരിഹരിക്കാമെന്നാണ് പ്രതീക്ഷ. പക്ഷേ 170 മില്യണിലധികം പ്രൈസ് ടാഗുള്ള ഒലീസിനെ വിടില്ലെന്ന കടുത്ത നിലപാടിലാണ് ബയൺ ഉള്ളത്. ബാഴ്സയിൽ നിന്നും വീണ്ടും കേൾക്കുന്നത് ഹ്യൂലിയൻ അൽവാരസിൻ്റെ പേരാണ്. റോബർട്ട് ലെവൻഡോസ്കി ക്ലബ്ബ് വിട്ടതോടെ മുൻനിരയിൽ ഹൈ ഇൻറ്റൻസിറ്റി പ്രസിംഗും അതിവേഗ ടാക്ടിക്കൽ ലിങ്കപ്പുകളും നൽകുന്ന ഫോർവേഡിനെ ഹാൻസി ഫ്ലിക്ക് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അൽവാരസിൻ്റെ വർക്ക് റേറ്റും ഫോൾസ് 9 ഷിഫ്റ്റുകളും ഫ്ലിക്കിൻ്റെ ശൈലിക്ക് ചേർന്നതാണ്. സ്പാനിഷ് മാധ്യമമായ സ്പോർട്ട് റിപ്പോർട്ട് പ്രകാരം നല്ല ബിഡ് വന്നാൽ വിടാമെന്ന് പറഞ്ഞ അത്ലറ്റിക്കോ വാക്കുമാറ്റിയെന്ന് അൽവാരസ് കരുതുന്നു. കൂടാതെ ബാഴ്സ നൽകിയ €100 മില്യൺ ബിഡ് അത്ലറ്റിക്കോ തള്ളിയിരുന്നു. ഓഫർ 130 മില്യണായി ഉയർത്താൻ ബാഴ്സ തയ്യാറാണെങ്കിലും ലാലിഗയിലെ എതിരാളികൾക്ക് അൽവാരസിനെ വിൽക്കില്ലെന്നാണ് അത്ലറ്റിക്കോയുടെ നിലപാട്. ആഴ്സണൽ വിക്ടർ യോക്കരസിനെ ഉൾപ്പെടുത്തി സോഫ്റ്റ് ഡീലിന് ശ്രമിച്ചെങ്കിലും നടന്നില്ല. ഒന്നെങ്കിൽ ഇംഗ്ലണ്ട്, അല്ലെങ്കിൽ ഫ്രാൻസ്, അല്ലെങ്കിൽ 2030 വരെ അത്ലറ്റിക്കോയിൽ തന്നെ തുടരുക എന്നതാണ് അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ നിലപാട്. അൽവാരസ് ക്ലബ്ബ് വിടാൻ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നതായും പറയപ്പെടുന്നു. അൽവാരസിൻ്റെ കുട്ടിക്കാലം മുതലേയുള്ള സ്വപ്നം കൂടിയാണ് കറ്റാലൻ മണ്ണ്. ഗണ്ണേഴ്സ് മറ്റൊരു ബ്രസീൽ താരത്തിൻ്റെ കൂടി പിന്നാലെയുണ്ട്. ലോകകപ്പിൽ ആദ്യം ഹീറോയാകുകയും
നിർണായക മത്സരത്തിൽ പെനൽറ്റി നഷ്ടമാക്കുകയും ചെയ്ത ജനറൽ ബ്രൂണോ ഗിമറൈസ്. ഡെക്ലാൻ റൈസിനൊപ്പം പന്ത് തിരിച്ചുപിടിക്കാനും അറ്റാക്കിലേക്ക് വേഗത്തിൽ ട്രാൻസിഷൻ ചെയ്യാനുമാകുന്ന ഒരു കംപ്ലീറ്റ് ബോക്സ് ടു ബോക്സ് എഞ്ചിനാണ് ബ്രൂണോ. ആഴ്സണൽ സമർപ്പിച്ച 70 മില്യൺ പൗണ്ടിൻ്റെ ഓഫർ ന്യൂകാസിൽ തള്ളിയതായാണ് വാർത്തകൾ. ആഴ്സണൽ വീണ്ടും ചർച്ചകൾ പുനരാരംഭിക്കാൻ തയ്യാറെടുക്കുകയെന്നാണ് വിവരം. 70 മില്യൺ പൗണ്ട് അർഹിക്കുന്ന തുകയാണെങ്കിലും ന്യൂകാസിലിൻ്റെ നിലപാടാണ് ഗണ്ണേഴ്സിന് വെല്ലുവിളി. മറ്റൊരു ഫ്രഞ്ച് മെഷീൻ ഗണ്ണിൻ്റെ പേര് കൂടി അന്തരീക്ഷത്തിലുണ്ട്: ബ്രാഡ്ലി ബാർക്കോള. PSG-യിൽ താരം അതൃപ്തനാണെന്നാണ് കേൾവി. കാരണം വലിയ മത്സരങ്ങളിൽ ഡെംബലെ, കൊരസ്കലിയ, ഡെസിറേ ദുവേ എന്നിവരെ ലൂയിസ് എൻറിക്ക് ഇറക്കിയപ്പോൾ ബാർക്കോള ബെഞ്ചിലായി. 145 മില്യൺ പൗണ്ടാണ് PSG ആവശ്യപ്പെടുന്നത്. ലിവർപൂളും ആഴ്സണലുമാണ് ബാർക്കോളയുടെ പേരിനൊപ്പം കേൾക്കുന്നത്. ഡെംബലയെ ചുറ്റിപ്പറ്റിയും നേരത്തെ റൂമറുകൾ കേട്ടിരുന്നു. സൗദി ക്ലബ്ബ് അൽ ഹിലാൽ പ്രതിവർഷം $91 മില്യൺ വൻ ഓഫർ നൽകിയെങ്കിലും ഡെംബലെ അത് നിരസിച്ചുവെന്നാണ് വാർത്ത. ലൂയിസ് എൻറിക്കോയുടെ വരവോടെ ബീസ്റ്റ് മോഡിലായ ഡെംബലെ ഏതാനും വർഷം കൂടി PSG-യിൽ തുടരുമെന്നാണ് ഏറ്റവും ഒടുവിലെ അപ്ഡേറ്റ്. ആൻഫീൽഡിലെ രാജാവായിരുന്ന സലാ ഫ്രീ ഏജന്റായി നിരന്തര ചർച്ചകളിലാണ്. തുർക്കിഷ് ക്ലബ്ബ് ബസിക്താക്സിന്റെ പേര് കേട്ടിരുന്നുവെങ്കിലും വേതനത്തിലും ഇമേജ് റൈറ്റ്സിലും സലാ ആവശ്യപ്പെട്ട തുക നൽകാൻ സാധിക്കില്ലെന്ന് ബസിക്താസ് ബോർഡ് അറിയിച്ചിട്ടുണ്ട്. സലാക്ക് പിന്നാലെ MLS ക്ലബ്ബുകളായ ഇന്റർ മയാമിയും സാൻ ഡിയേഗോ FC-യും റേസിലുണ്ട്. ഇനി ഇതൊന്നുമല്ല, ദീർഘകാലമായി കേൾക്കുന്ന ഏതെങ്കിലും ഒരു സൗദി ക്ലബ്ബിലേക്ക് തന്നെ സലാഹ് വരുമെന്നും കേൾക്കുന്നു. അഡ്രിയാൻ റാബിയോക്ക് പരിക്കേറ്റപ്പോൾ ഫ്രഞ്ച് 11-ലെത്തി തകർത്തടിയ മാനു കോനയെ ഓർമ്മയില്ലേ? മാനു കോനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. പ്രസ് അസിസ്റ്റന്റായ ബോൾ തിരിച്ചുപിടിച്ച് പ്രോഗ്രസീവ് പാസുകൾ നൽകാൻ സാധിക്കുന്ന കോനയിൽ മൈക്കൽ കാരിക്കിന് പ്രതീക്ഷയുണ്ട്. താരവും യുണൈറ്റഡും തമ്മിൽ വ്യക്തിഗത നിബന്ധനകളിൽ ധാരണയായെന്ന റിപ്പോർട്ടുകളും പരക്കുന്നു. 50 മില്യൺ യൂറോയുടെ ഓഫറാണ് യുണൈറ്റഡ് റോമക്ക് സമർപ്പിക്കുന്നത്. റയൽ പിന്മാറിയെങ്കിലും ചെൽസിയും അൽ അഹ്ലിയും കോനയുടെ റേസിലുണ്ട്. സെപ്റ്റംബർ 1 ട്രാൻസ്ഫർ വിൻഡോ അടയും. അതായത് ഒരു മാസത്തിലേറെ ഇനിയും സമയമുണ്ട്. എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രഡിക്ഷൻ?